നമസ്കാരം. എന്നെ കൂട്ടാതെ ഇന്ന് തേക്കടി പോയിരിക്കുമായിരുന്നു. ഞാൻ തേക്കടി പോയത് 2-3 ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പോയ വഴിക്കപ്പോൾ എനിക്ക് പരുന്തുംപാറ ഒന്ന് കയറേണ്ടി വന്നു. അപ്പം പരുന്തുംപാറ പോയി കയറി തിരിച്ചു വന്ന സമയത്ത് എൻ്റെ ഒരു പഴയ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് മസ്കറ്റിലുണ്ടായിരുന്നതാണ്, ഇജാസ്. അപ്പം ഇജാസ് ഇപ്പം ഇവിടെയാണ് താമസിക്കുന്നത്. കുടുംബം ഇവിടെയല്ല, പാമ്പനാർ ആ കുടുംബം. അപ്പോൾ ഇപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ട് അപ്പം ഞാൻ വെളിയിൽ വെച്ച് കണ്ടത് മാത്രമല്ല, ആ വീട് മൂടി നിൽക്കുന്ന പുഷ്പങ്ങൾ കൊണ്ടാണ്. നിറച്ച് പൂക്കളാണ്. ഇവനെ കണ്ടിട്ട് ദേവന്റെ കൂട്ടിരിക്കുന്നില്ലേ? അതെ, അതേപോലെ തന്നെ കുസൃതി വെച്ചാൽ ഭയങ്കര കുസൃതി. ആ മാവ് മാങ്ങ ഉണ്ടായി കിടക്കുമായിരുന്നു. അപ്പോൾ അവനെല്ലാം പറിച്ച് കളയുന്നതിനിപ്പോൾ അതിൻ്റെ കമ്പ് മേപ്പോട്ട് പൊക്കി വെച്ച് കെട്ടുക. അയ്യോ, മരത്തിലെ പൂ കണ്ടോ? കെട്ടി വെച്ചതിൻ്റെ ദേഷ്യത്തിലാണ് ബാപ്പയുടെ ഉടുപ്പെ പിടിച്ച് വലിക്കുന്നത്. അതായിട്ടില്ലേ മാങ്ങ നിൽക്കുന്നത്. അവനെത്താൻ പറ്റാത്ത രീതിയിൽ വെച്ച് കെട്ടുമായിരുന്നു. ഇതാ നമ്മുടെ ഷവർ ബാത്ത് എന്ന് പറഞ്ഞ ഗവിയിലൊക്കെ ഉള്ള ചെടിയില്ലേ, ആ ചെടിയാണ്. എന്തോ ഒരു പൂവാന്നറിയാം, റോസാ നിൽക്കുന്നുണ്ടോ? പക്ഷെ നമ്മുടെ ഇവിടെ ഇതുപോലെ ഉണ്ടാകത്തില്ലേ പൂക്കളില്ലേ? ഇത് മരം ഉണ്ടാവും, പക്ഷെ പൂക്കളും കുറച്ചുണ്ടാവും. പക്ഷെ ഇത്രയും പൂത്ത് ആർത്തും ഉല്ലസിച്ചുണ്ടാകത്തില്ല. അതുകൊണ്ടാണ് നിൽക്കുന്നുണ്ട്. റോഡിൽ നിന്നേ കാണാം. ഒരിക്കൽ ഇതുവഴി പോയപ്പോ എന്നെ വീട് കാണിച്ചിരുന്നു. അന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാ. പക്ഷെ കേറാൻ പറ്റിയില്ല എന്നല്ലേ? എന്തോ ഒരു ഭംഗിയാ, റോസാ നിൽക്കുന്നുണ്ടോ? വെള്ള റോസ ഉണ്ട്. ആ റോസ ഉണ്ടായിരുന്നു. അയ്യോ, കൊല കുത്തിയ റോസ ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ ഒന്നും ചെയ്താലും നട്ടാലും ഒന്നും, ഇത് എത്ര വളം ഇട്ടാലും ഇതുപോലെ റോസ ഉണ്ടാകത്തില്ല. കാലാവസ്ഥയുടെ ആയിരിക്കും. പൂ അടുത്ത് ഇങ്ങനെ കാണുമ്പോഴാണ് പ്രത്യേക ഒരു ഭംഗിയില്ലേ? അപ്പോൾ എല്ലാവർക്കും ടാറ്റ.